നമസ്കാരം. റോബോട്ടുകൾ മനുഷ്യരുടെ ജോലി കവരുമെന്ന ഭീതി നിലനിൽക്കെ കഷ്ടപ്പാടിൽപ്പെട്ട് തെരുവിലിരുന്ന് ഭിക്ഷയാചിക്കുന്ന ഒരു റോബോട്ടിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ചൈനയിലെ സിജുവാൻ പ്രവിശ്യയിലാണ് സംഭവമുണ്ടായത്. കാൽമുട്ടിലിരുന്ന് കൈകൂപ്പി യാത്രക്കാരോട് പണം ചോദിക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ വീഡിയോ കൗതുകത്തോടെയും ആളുകൾ നോക്കിക്കാണുന്നു. റോബോട്ടിന്റെ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന LED ബോർഡിൽ ചാർജ് ചെയ്യാൻ പണമില്ല, വൈദ്യുതി ബില്ല് അടയ്ക്കാൻ സഹായിക്കണം എന്ന അഭ്യർത്ഥനയുമുണ്ട്. ഇതിനായി നാണയങ്ങൾ ശേഖരിക്കാൻ ഒരു ചെറിയ പാത്രവും ഡിജിറ്റൽ പണമിടപാടുകൾക്കായി QR കോഡും റോബോട്ടിന്റെ അടുത്തു തന്നെയുണ്ടായിരുന്നു. ഏകദേശം $16,000, അതായത് ഏകദേശം 13 ലക്ഷം രൂപ വിലമതിക്കുന്ന യൂണിട്രി G1 എന്ന റോബോട്ടാണ് ഇതെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഇതൊരു തമാശയാണോ അതോ വിചിത്രമായ പണമുണ്ടാക്കൽ മാർഗമാണോ എന്ന് വ്യക്തമല്ല. എന്തായാലും റോബോട്ടിന്റെ ഭിക്ഷാടനം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചത്. മനുഷ്യരുടെ ജോലി കവർന്നെടുക്കുന്ന റോബോട്ടുകൾക്ക് ഒടുവിൽ ഗതികേടായി ഭിക്ഷാടനം നടത്തേണ്ടി വന്നോ എന്നാണ് പലരും ചോദിക്കുന്നത്. ജോലി വിപണി എത്രത്തോളം മോശമാണെന്ന് നോക്കൂ, റോബോട്ടുകൾക്ക് പോലും ഭിക്ഷയെടുക്കേണ്ടി വരുന്നു എന്ന് മറ്റൊരാൾ പരിഹസിച്ചു. എന്നാൽ റോബോട്ടിന് പണം നൽകുന്നതിനെതിരെയും വിമർശനം ഉയർന്നിട്ടുണ്ട്. മനുഷ്യരുടെ അന്തസ്സ് സംരക്ഷിക്കാൻ കഴിയാത്ത നാട്ടിൽ എന്തിനാണ് ഇത്തരം യന്ത്രങ്ങൾക്ക് പണം നൽകുന്നതെന്നാണ് പലരും ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ള മനുഷ്യർക്ക് പണം നൽകണമെന്നും ചിലർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചൈനയിൽ ഇത്തരം ഹ്യൂമനോയിഡ് റോബോട്ടുകളെ ഇപ്പോൾ സ്കൂളുകളിലും കടകളിലും പരസ്യങ്ങൾക്കൊക്കെയായിട്ട് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഇവ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. അടുത്തിടെ ഷിൻജിയാങ് പ്രവിശ്യയിൽ ഒരു സ്കൂൾ സ്പോർട്സ് ഡേക്കിടെ കുംഫു പരിശീലിക്കുന്നതിനിടെ ഒരു റോബോട്ട് തകർന്നു വീണിരുന്നു. ഷാൻസി പ്രവിശ്യയിൽ ഒരു കുട്ടിയെ റോബോട്ട് തല്ലിയ സംഭവമൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബില്ലി ജീൻ എന്ന പാട്ടിനൊപ്പം നൃത്തം ചെയ്യുന്നതിനിടെ തറയിൽ വീണ റോബോട്ടിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചിരി പടർത്തിയിരുന്നു. ഇത്തരം സംഭവങ്ങൾക്കിടയിലാണ് പുതിയ ഭിക്ഷാടകനായ റോബോട്ടിന്റെ വരവ്. എന്തായാലും ഇത് നടന്ന സംഭവം തന്നെയാണെന്നാണ് ഈ വീഡിയോയിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ ഇതൊരു പരസ്യത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തതാണോ അതോ ശരിക്കും ഉള്ളതാണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോൾ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പലരും ഇത്തരത്തിൽ ആ റോബോട്ടിന് പൈസ കൊടുക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ഈ വീഡിയോയിൽ കാണാനും സാധിക്കുന്നുണ്ട്. റോബോട്ടിന്റെ കഴുത്തിലാണ് ഇത്തരത്തിൽ എഴുതി വച്ചിരിക്കുന്നത്: ചാർജ് ചെയ്യാൻ പണമില്ല, വൈദ്യുതി ബില്ല് അടയ്ക്കാൻ സഹായിക്കണം. ഈ ഒരു അഭ്യർത്ഥനയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. തൊട്ടടുത്ത് ഒരു പാത്രം ഇരിപ്പുണ്ട്, അതുകൂടാതെ ഒരു QR കോഡും ഇരിപ്പുണ്ട്. ഈ QR കോഡൊക്കെ സ്കാൻ ചെയ്തിട്ടാണ് പലരും പോകുന്നത്. മാത്രമല്ല ആ അടുത്തിരിക്കുന്ന പാത്രത്തിലേക്ക് പണവും നൽകിയിട്ടാണ് അതിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ പോകുന്നത്. എന്തായാലും ഇതൊരു തമാശയാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല.